ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ജയിലിലേക്ക്. അതിനുശേഷം പ്രകാശൻ ആകെ തകർന്നു പോകുന്നുണ്ട്. പ്രകാശന് നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ടെങ്കിലും കല്യാണി തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. നല്ല രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടാണ് അവിടെ നിന്നും സോണിയൊക്കെ പോകുന്നത്. അതിനുശേഷം പ്രകാശൻ എന്തായാലും നേരെ പോകുന്നത് രാഹുലിൻ്റെ അരികിലേക്കാണ്. അങ്ങനെ രാഹുൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നറിഞ്ഞിട്ട് അവിടേക്ക് പോയിട്ട് രാഹുലിനോട് തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ രാഹുൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു നിൽക്കണം. അതേ സമയത്ത് അവിടേക്ക് ഷാരിയും സരയും വരികയാണ്. പ്രകാശം വന്നോ, ഞങ്ങളുടെ കുറച്ച് പൈസ കൊണ്ട് കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അയ്യോ, എൻ്റെ മകനെ അവർ കുടുക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ മകനെ കുടുക്കിയതല്ല, ഒരു വക്കീൽ ഉദ്യോഗസ്ഥ അല്ലാത്ത, അതായത് സ്കൂളിൻ്റെ പടി പോലും കാണാത്തൊരു പെണ്ണാണ് ഈ കല്യാണി എന്ന് പറയുന്നത്. അവൾക്ക് നിൻ്റെ മകനെ തളച്ചിടാൻ പറ്റുന്നെങ്കിൽ അത്രയധികം തെളിവുകൾ, അത്രയധികം കുറ്റങ്ങൾ നിൻ്റെ മകൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ നിൻ്റെ മകൻ ജയിലിലേക്ക് പോവാൻ കാരണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടല്ലേ, ഞങ്ങളുടെ കുറച്ച് പണം ചിലവായി, ഇനി നിങ്ങളെ ഈ ഒരു കാര്യത്തിൻ്റെ പേര് സഹായിക്കില്ല, ആ കല്യാണിയെ പൂട്ടണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളുമായിട്ട് ഞങ്ങൾ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട അച്ഛൻ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കട്ടെ, എന്തായാലും ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അവൻ അവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് അവളെ വേറെ ഏതെങ്കിലും രീതിയിൽ പൂട്ടണം, അല്ലാതെ ഇയാളെ സഹായിക്കാൻ ആവശ്യം നമുക്കൊന്നുമില്ല, വെറുതെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എന്തിനാ കളയുന്നതെന്ന് ചോദിച്ചിട്ട് ഷാരിയും സരയും നമ്മുടെ പ്രകാശനെ കൈയൊഴുകയാണ്. പിന്നെ പ്രകാശൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വിഷമത്തോടു കൂടി അവിടെ നിന്നും മടങ്ങുകയാണ്. തന്നെ സഹായിക്കാൻ ആരുമില്ല, തന്നെ നോക്കാനോ അതുപോലെ തന്നെ ഒരു എവിടെയെങ്കിലും തല ചായ്ക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ പ്രകാശൻ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊക്കെ ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്